നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 മാർച്ച് മാസം 3-ാം തീയതി ചൊവ്വാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട 5ഓളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പങ്കുവെക്കുന്ന അറിയിപ്പ്: ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും. അന്ത്യോദയ അന്ന യോജന AAY കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായും 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും 1 കിലോ പഞ്ചസാര 27 രൂപ നിരക്കിലുമാണ് ലഭിക്കുക. PHH പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 4 കിലോ കുറച്ച് അതിനു പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിലാണ് ലഭിക്കുക. NPS നീല കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ NPS കാർഡിന് അധിക വിഹിതമായി 2 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് 1 കിലോ മുതൽ 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിലും ലഭിക്കും. NPNS കാർഡിന് 6 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുക. അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് 1 കിലോ മുതൽ 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിലും ലഭിക്കും. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്: വ്യാജ ആധാർ രജിസ്ട്രേഷൻ സെന്ററുകളെ തിരിച്ചറിയാൻ സംവിധാനം ഏർപ്പെടുത്തുന്നു. രാജ്യത്ത് പ്രവർത്തിക്കുന്ന അംഗീകൃത ആധാർ സെന്ററുകളെയെല്ലാം ഗൂഗിൾ മാപ്പിൽ ഉൾപ്പെടുത്താൻ യൂണിക് ഐഡന്റിഫിക്കേഷൻ ഓഫ് അതോറിറ്റി ഓഫ് ഇന്ത്യ തീരുമാനിച്ചു. ഗൂഗിളുമായി സഹകരിച്ചാണ് ഇത് നടപ്പിലാക്കുകയെന്നും അധികൃതർ വ്യക്തമാക്കി. UIDAI സെന്ററുകൾ എളുപ്പം കണ്ടെത്താൻ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു നീക്കം. ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് നടപടി. പ്രായപൂർത്തിയാകാത്തവരുടെ അതായത് കുട്ടികളുടെ എൻറോൾമെന്റ്, മേൽവിലാസം മാറ്റൽ, മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യൽ തുടങ്ങിയ സേവനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗൂഗിൾ മാപ്പിൽ സെന്ററുകൾ കണ്ടെത്താനാവുമെന്ന് UIDAI അധികൃതർ വ്യക്തമാക്കി. ഇതിനു പുറമെ ആധാർ സെന്ററുകളിലെ പാർക്കിംഗ് സൗകര്യങ്ങൾ, പ്രവർത്തിക്കുന്ന സമയം, ഭിന്നശേഷിക്കാർക്കുള്ള സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സെന്ററുകളുടെ സൗകര്യങ്ങൾ എന്നീ വിവരങ്ങളും ഗൂഗിൾ മാപ്പിലൂടെ കൃത്യമായി അറിയാൻ സാധിക്കും. കഴിഞ്ഞ വർഷമാണ് പുതിയ ആധാർ ആപ്പ് പുറത്തിറങ്ങിയത്. സ്മാർട്ട് ഫോണുകളിൽ ആധാർ കാർഡുകൾ ശേഖരിച്ച് വെക്കുന്നത് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഇതിൽ ലഭ്യമാണ്. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്: സംസ്ഥാനത്ത് റേഷൻ കടകൾ വഴി 3 മാസത്തിലൊരിക്കൽ നൽകിയിരുന്ന മണ്ണെണ്ണ വിഹിതം ഈ മാസം തന്നെ പൂർണ്ണമായും വിതരണം ചെയ്യാൻ ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചു. കേന്ദ്ര സർക്കാർ അനുവദിച്ച മണ്ണെണ്ണ സ്റ്റോക്ക് കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് ഈ ഒരു നീക്കം. പുതിയ തീരുമാനപ്രകാരം വൈദ്യുതി കണക്ഷൻ ഉള്ള വീടുകൾക്ക് 1 ലിറ്ററും വൈദ്യുതി ഇല്ലാത്ത വീടുകൾക്ക് 4 ലിറ്ററും മണ്ണെണ്ണ ഈ മാസം റേഷൻ കടകൾ വഴി ലഭിക്കും. 2025-26 സാമ്പത്തിക വർഷത്തിന്റെ 4-ാം പാദത്തിൽ അനുവദിച്ച വിഹിതം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വാങ്ങിയവർക്കും വാങ്ങാത്തവർക്കും ഈ ഒരു ആനുകൂല്യം പ്രയോജനപ്പെടുത്താം. ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 22-ാം ഗഡു 2000 രൂപ അക്കൗണ്ടുകളിലേക്ക് വരാൻ പോകുന്നു. 9 കോടി കർഷകർക്കാണ് ഈ ഒരു തുക വിതരണം ചെയ്യുന്നത്. കേരളത്തിൽ ഏകദേശം 30 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ ഒരു തുക ഇപ്പോൾ കൈപ്പറ്റുന്നുണ്ട്. ഇതോടെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. 4 മാസത്തെ ഇടവേളകളിലാണ് 2000 രൂപ വെച്ച് 3 തവണകളായി 6000 രൂപ വിതരണം ചെയ്യുന്നത്. 21-ാം ഗഡു ലഭിച്ചിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും ഈ ഒരു 22-ാമത് ഗഡു 2000 രൂപയും ലഭിക്കുന്നതാണ്. ഈ ഒരു മാർച്ച് മാസത്തിൽ തന്നെ ഈ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അടുത്ത അറിയിപ്പ്: ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിൽ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ല മുഴുവനായി അവധിയാണ്. ജില്ലാ കളക്ടറാണ് ഒരു അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. ഫെബ്രുവരി 23-ന് ആരംഭിച്ച ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ ഒരു പരിസമാപ്തിയോടടുക്കുകയാണ് നാളത്തോടുകൂടി. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.